9th സ്റ്റാൻഡേർഡിലെ മാത്സ് ചാപ്റ്റർ 3 പാരലൽ ലൈൻസ് പേജ് നമ്പർ 50. First question, in the picture below, the green line is parallel to the right side of the blue triangle. Calculate the length of the pieces into which this line cuts the left side. ഇതാണ് അപ്പോൾ നമ്മുടെ പിക്ചർ അല്ലേ. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിന് എന്ത് റൂളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇനി ട്രയാങ്കിൾ എ ലൈൻ ഡ്രോൺ പാരലൽ ടു വൺ സൈഡ്. എന്താണ് ഇപ്പോൾ ABC എന്ന് പറയുന്ന ട്രയാങ്കിൾ, അതിലത്തെ ഒരു സൈഡാണ് എന്ത് ബി സിക്ക് പാരലായിട്ട് വരുന്ന ലൈൻ, അതായത് ഈ PQ ഡിവൈഡ്സ് ദ അതർ സൈഡ്സ്. മറ്റ് സൈഡുകളെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്? സെയിം റേഷ്യോയിൽ തന്നെയായിരുന്നു അല്ലേ. അതായത് ഇവിടെ 3:5 ആണെങ്കിൽ ഇവിടെയും സെയിം റേഷ്യോ തന്നെ ആയിരിക്കും എന്നാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ. ഇനി ഇത് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്യും? സെയിം റേഷ്യോയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? AP ബൈ PB ഈക്വൽസ് AQ ബൈ QC എന്ന് പറയും അല്ലേ. ഇനി AQ നമ്മൾ X ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? 6 - X. എന്തുകൊണ്ടാണ്? AC 6 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഒരു പാർട്ട് X ആണെങ്കിൽ മറ്റേ പാർട്ട് 6 - X ആയിരിക്കും. ഇനി ഇതിന് നമ്മൾ എങ്ങനെ എഴുതാം? 3/5 ഈക്വൽസ് X ബൈ 6 - X എന്ന് എഴുതാം. ഇനി ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെ വരിക? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. അപ്പോൾ 3 കൊണ്ട് എന്തിനെ 6 - Xനെയും 5 കൊണ്ട് Xനെയും മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ ചെയ്യുക? 3 കൊണ്ട് 6നെ അല്ലേ. 3 × 6 18, 3 × X 3X ഈക്വൽ 5X. ദെൻ 18 ഈക്വൽ ടു 5X പ്ലസ് 3X എന്നായി അല്ലേ. റൈറ്റിലേക്ക് വരുമ്പോൾ പ്ലസ് 3X എന്നായി. ഇനി 18 ഈക്വൽ ടു 8X. X ഈക്വൽ ടു 18ൻ്റെ അടുത്തേക്ക് 8 വരുമ്പോൾ എന്താവും? ബൈ 8 എന്നായി. 18/8 എത്രയാണ്? 9/4. അപ്പോൾ നമുക്ക് X കിട്ടി. ഇനി നെക്സ്റ്റ് അടുത്തത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? AQ ആണ് അല്ലേ. X എന്ന് പറയുന്നത് 9/4 ആണ്. ഇനി QC കാൽക്കുലേറ്റ് ചെയ്യണം. QC എങ്ങനെയാണ്? QC ഈക്വൽ ടു 6 - 4 ആണ് അല്ലേ. 6 - X ആണ് അല്ലേ. അപ്പോൾ 6 - X എന്ന് പറയുമ്പോൾ Xൻ്റെ വാല്യൂ എത്രയാണ്? 9/4 ആണ്. അപ്പോൾ 6 - 9/4 എന്ന് കൊടുത്തു. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുന്നത്? ഫ്രാക്ഷൻ നമ്പേഴ്സ് എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുക? ഡിനോമിനേറ്റർ കൊണ്ട് ന്യൂമറേറ്റേഴ്സിനെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ഓൾ ബൈ സെയിം ഡിനോമിനേറ്റർ ഇട്ട് കൊടുക്കണം. അപ്പോൾ എങ്ങനെ വരും? 4 × 6 മൈനസ് 4 × 9/4/4 എന്ന് വന്നു. ഇനി ഇതിലെ 4ഉം 4ഉം കട്ടായി പോകും. അപ്പോൾ 4 × 6 24, ദെൻ മൈനസ് 9/4 എന്ന് വന്നു. 24 - 9 എത്രയാണ്? 15. 15/4 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ റേഷ്യോ എന്താണ്? AQ/QC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9/4/15/4. ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ ഫ്രാക്ഷനെ ചെറുതാക്കി വരുമ്പോൾ എന്ത് വരും? 9/15 എന്ന് കിട്ടും. ഇത് വീണ്ടും 3 കൊണ്ട് നമുക്ക് ചെറുതാക്കാൻ പറ്റും അല്ലേ. സ്മോളർ ഫ്രാക്ഷനിലേക്ക് ആക്കുമ്പോൾ എന്ത് കിട്ടും? 3/5 എന്ന് കിട്ടും. Second question, in the parallelogram ABCD, the line through the point P on AB parallel to BC meets AC at Q. The line through Q parallel to AB meets AD at R. Prove that AP by PB equals AR by RD. Then second, prove that AP by AB equals AR by AD. കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ AP by PB ഈക്വൽ ടു AR by RD എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്ചർ അല്ലേ. ABCD പിക്ചർ എന്താണ്? ഇതിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുക? ABC എന്ന ട്രയാങ്കിൾ എടുക്കുക. ABCയുടെ പ്രത്യേകത എന്താണ്? BC എന്ന സൈഡിന് പാരലായിട്ടുള്ളതാണ് PQ. ഇത് മറ്റ് 2 സൈഡുകളെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റേഷ്യോനെ എങ്ങനെ എഴുതാം? AQ ബൈ QC ഈക്വൽ ടു AP ബൈ PB. ഇത് നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ട്രയാങ്കിൾ അല്ലേ. ADC എന്ന ട്രയാങ്കിൾ എടുക്കുക. ഇതിനും എന്ത് തന്നെയാണ് പ്രത്യേകത? എന്താണ്? RQ പാരലൽ ടു DC അല്ലേ. DC എന്ന സൈഡിനെ RQ എന്ന ലൈൻ കട്ട് ചെയ്യുന്നു, പാരലൽ ലൈൻ കട്ട് ചെയ്യുന്നു അല്ലേ. അതർ സൈഡ്സ് ഏതൊക്കെയാണ്? AD ആൻഡ് AC. അപ്പോൾ DC എന്ന സൈഡിനെ
സൈഡിൻ്റെ പാരലലായിട്ടുള്ള RQ എന്ന ലൈൻ AD മറ്റ് 2 സൈഡുകളെ സെയിം റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാം? AR/RD ഈക്വൽസ് AQ/QC. ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തു. ഇനി ഈ 2 ഇക്വേഷനും എടുത്ത് നോക്കാം അല്ലേ. ഈ 2 ഇക്വേഷനും കൂടിയിട്ട് എന്താണ് ഈ 2 ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്? ഈ AQ/AC എന്നത് അല്ലേ AP/PBയോടും AR/RDയോടും ഈക്വൽ ആണ് അല്ലേ. ഇവിടെയും AQ/QC ഈക്വൽ ടു AP/PB ഉണ്ട്, ഇവിടെയും AQ/QC ഈക്വൽ ടു AR/RD ഉണ്ട്. അപ്പോൾ എന്താണ്? ഈ 3 സൈഡ്സും ഈക്വൽ ആണ് അല്ലേ, 3 റേഷ്യോസും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എന്തെഴുതാം? ഫ്രം ഇക്വേഷൻ 1 and 2 AP/PB ഈക്വൽസ് AR/RD. ദെൻ സെക്കൻഡ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? AP/AB ഈക്വൽസ് AR/AD എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. ഏതാണ്? AP/AB ഈക്വൽസ് AR/AD എന്ന് പ്രൂവ് ചെയ്യണം. സെയിം മെത്തേഡിൽ തന്നെയാണ് എടുക്കേണ്ടത് അല്ലേ, സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ട്രയാങ്കിൾ ABC എടുക്കുക. BC പാരലൽ ടു PQ സെയിം റേഷ്യോയിലായിരിക്കും. അപ്പോൾ നമ്മൾ റേഷ്യോ എങ്ങനെ എഴുതണം? റേഷ്യോ AP/AB ഈക്വൽസ് AQ/AC ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തു. ഇനി നെക്സ്റ്റ് ട്രയാങ്കിൾ എടുക്കുക. നേരത്തെ എടുത്ത പോലെ തന്നെ ഏതാണ്? ട്രയാങ്കിൾ ADC എടുക്കുക. ഇതിലും എന്തിനാണ്? DC പാരലൽ ടു RQ എന്നാണ് അല്ലേ. അപ്പോൾ എങ്ങനെ റേഷ്യോ വരും? AR/AD ഈക്വൽസ് AQ/AC എന്നാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 3, 4 ഇക്വേഷൻസ് കമ്പൈൻ ചെയ്ത് നോക്കുക. കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ AQ/AC എന്ന് പറയുന്നത് എന്തിനൊക്കെ ഈക്വലാണ്? AP/ABക്കും AR/ADക്കും ഈക്വലാണ്. അപ്പോൾ നമുക്കിതിൽ നിന്നും എന്തെഴുതാം? ഫ്രം ഇക്വേഷൻ 3 and 4 AP/AB ഈക്വൽസ് AR/AD എന്ന് കിട്ടും. Third question. In the picture below, 2 corners of a parallelogram are joined to the midpoints of 2 sides. Prove that these lines cut the diagonal in the picture into 3 equal parts. The lines cut the diagonal in the picture into 3 equal parts. That is AX equal to XY equal to YZ അല്ലേ. എന്താണ്? 2 ലൈൻസ് ഉണ്ട് അല്ലേ. ഇത് AC എന്ന ഡയഗണലിനെ 3 പാർട്സ് ആയിട്ട് കട്ട് ചെയ്യുന്നു. അതായത് AX ഈക്വൽ ടു XY ഈക്വൽ ടു YC എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഇതിൽ നമുക്കറിയുന്നത് എന്തൊക്കെയാണ്? ABCD പാരലലോഗ്രാം ആണ് അല്ലേ. ABCD പാരലലോഗ്രാം ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? AB പാരലൽ CD, AD പാരലൽ BC. Then P is the midpoint of AB. P midpoint ആകുമ്പോൾ എങ്ങനെ എഴുതാം? AP ഈക്വൽ ടു PB എന്ന് എഴുതാം അല്ലേ. Then Q is the midpoint of DC എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? DQ ഈക്വൽസ് QC എന്ന് എഴുതാം. ഇനി പാരലലോഗ്രാമിൻ്റെ പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലും ആണ് പാരലലും ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? AP ഈക്വൽസ് PB ഈക്വൽ ടു DQ ഈക്വൽസ് QC. Then PB equals DQ അല്ലേ. Then PB parallel to DQ. Therefore PBQD is a parallelogram. Then opposite sides are equal and parallel. Then in triangle ABY ഏതാണ്? ABY ട്രയാങ്കിൾ ABY. എന്താണ് ABYയുടെ പ്രത്യേകത? എന്താണ്? ട്രയാങ്കിൾ ABY എന്ന് പറയുന്നത് ഒരു സൈഡിന് പാരലൽ ആയിട്ടുള്ള ലൈൻ അതർ സൈഡ്സിനെ എങ്ങനെയാണ്? സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു എന്ന് പഠിച്ചു അല്ലേ. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയാണ് വരിക? AP/PB ഈക്വൽസ് AX/XY എന്ന് വരും അല്ലേ. അപ്പോൾ AP/PB എന്ന് പറയുന്നതാണ് ഈക്വൽ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെയിം റേഷ്യോ എന്ന് പറയുമ്പോൾ ഈ AXഉം XYയും ഈക്വൽ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? in triangle ABY AP/PB equals AX/XY. Therefore AX equal to XY. Equation number 1 എന്ന് കൊടുത്തു.
നെക്സ്റ്റ് ഇൻ ട്രയാങ്കിൾ സി ഡി എക്സ് അല്ലേ, സി ഡി എക്സ്, ഈ സി ഡി എക്സും സെയിം തന്നെയാണ് അല്ലേ. സി ഡി എക്സ് എന്ന് പറയുമ്പോഴും എന്താണ്, ഡി എക്സിന് പാരലൽ ആയിട്ടുള്ളതാണ് ഇത് ക്യു ഐ എന്ന് പറയുന്നത്. ഇനി ഈ ക്യു ഐ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ അതർ സൈഡ്സിനെ എങ്ങനെയായിരിക്കും, സെയിം റേഷ്യോയിൽ തന്നെയാണ് അല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഷ്യോ എങ്ങനെയായിരിക്കും വരിക, ക്യു സി ബൈ ക്യു ഡി ഈക്വൽസ് സി വൈ ബൈ എക്സ് വൈ എന്ന് വരും അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം, ഇൻ ട്രയാങ്കിൾ സി ഡി എക്സ് ക്യു സി ബൈ ക്യു ഡി ഈക്വൽസ് സി വൈ ബൈ എക്സ് വൈ. ദെയർഫോർ സി വൈ അല്ലെങ്കിൽ വൈ സി എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം കേട്ടോ. അപ്പോൾ ക്യു സി ബൈ ക്യു ഡി ഈക്വൽസ് വൈ സി ബൈ എക്സ് വൈ. ദാറ്റ് ഈസ് എന്താണ്, എക്സ് വൈ ഈക്വൽസ് വൈ സി എന്ന് എഴുതാം. എന്താണ് കാരണം, നേരത്തെ പറഞ്ഞു അല്ലേ, നമ്മുടെ ഡി ക്യൂവും ക്യു സിയും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ക്യൂ മിഡ് പോയിന്റ് ആയതുകൊണ്ട്. അപ്പോൾ സെയിം റേഷ്യോ തന്നെയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ എക്സ് വൈയും വൈ സിയും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്തു, സെക്കൻഡ് ഇക്വേഷൻ എക്സ് വൈ ഈക്വൽ ടു വൈ സി എന്ന് കൊടുത്തു. ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടി എടുത്ത് എഴുതാം അല്ലേ. ഫ്രം ഇക്വേഷൻ 1 and 2 ഈ രണ്ട് ഇക്വേഷനിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു കൺക്ലൂഷനിലെത്താം, AX ഈക്വൽ ടു എക്സ് വൈ ഈക്വൽ ടു വൈ സി. Fourth question. In triangle ABC, the line parallel to AC through the point P on BC meets AB at Q. The line parallel to AP through Q meets BC at R. Prove that BP by PC equals BR by RP. Okay, what's the question? In triangle ABC, the line parallel to AC through the point P on BC means AB at point Q. Then the line parallel to AP through Q means BC at R. That is AC parallel to PQ, then AP parallel to QR അല്ലേ. ഇനി എന്താണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്, BP by PC ഈക്വൽസ് BR by RP എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. ഇനി ഇതിൽ നമുക്ക് അറിയുന്നതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, AP പാരലൽ QR അറിയാം, ദെൻ QP പാരലൽ AC അതും അറിയാം. ഇനി ഇതിൽ രണ്ട് ട്രയാങ്കിൾ എടുക്കാം അല്ലേ. ഇൻ ട്രയാങ്കിൾ BAP, എന്താണ് BAPയുടെ പ്രത്യേകത വരുന്നത്, BAPയുടെ വൺ സൈഡ് AP അല്ലേ, APക്ക് പാരലലായിട്ട് വരുന്ന ലൈൻ, ഇത് മറ്റ് രണ്ട് സൈഡുകളെ സെയിം റേഷ്യോയിലാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്ക് റേഷ്യോനെ എങ്ങനെ എഴുതാം, ഇൻ ട്രയാങ്കിൾ BAP BR by RP ഈക്വൽസ് BQ by QA എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. ഇനി ഇതുപോലെ തന്നെ ഈ വലിയ ട്രയാങ്കിൾ എടുക്കുക, BAC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ എടുത്തു. ഇതിനും സെയിം എന്താണ് പ്രത്യേകത വരുന്നത്, ഈ ACക്ക് പാരലലായിട്ട് വരുന്ന PQ എന്ന് പറയുന്നത് അല്ലേ, ഇത് മറ്റ് രണ്ട് സൈഡുകളെ സെയിം റേഷ്യോയിൽ കട്ട് ചെയ്യുന്നു. അപ്പം എങ്ങനെ എഴുതാം, BP by PC ഈക്വൽസ് BQ by QA. സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷൻ കൂടി കമ്പൈൻ ചെയ്ത് നോക്കുക, എന്താണ് പ്രത്യേകത വരുന്നത്, BR ഈക്വൽസ് RP ഈക്വൽസ് BQ by QA അല്ലേ, BR by RP ഈക്വൽസ് BQ by QA, BP by PC ഈക്വൽസ് BQ by QA. ഇതിലേതാണ് കോമൺ ആയിട്ട് വരുന്നത്, ഏതാണ്, BQ by QA എന്ന് പറയുന്നത് ഇവിടെ കോമൺ ആയിട്ട് വരുന്നതാണ് അല്ലേ. BQ by QA എന്ന് പറയുന്നത് ഈക്വൽ ആണ്, ഇതിന് രണ്ടിനും ഈക്വൽ ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഫ്രം ഇക്വേഷൻ 1 and 2 BR by RP ഈക്വൽസ് BP by PC എന്ന് എഴുതാം.